സംസ്ഥാനത്ത് ഇന്ന് 19,760 പേർക്ക് കോവിഡ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,30,594 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 15.13 ആണ്. 194 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 9,009 ആയി. 24,117 പേർക്ക് രോഗം ഭേദമായി. മലപ്പുറത്താണ് ഇന്ന് രോഗബാധിതർ കൂടുതൽ. 2,874 പേർക്ക് ജില്ലയിൽ രോഗം ബാധിച്ചു. ലോക്ക്ഡൌൺ ആയതോടെ കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഫോട്ടോ വീഡിയോ അനുബന്ധ തൊഴിലാളികൾ. ലക്ഷങ്ങൾ ചെലവഴിച്ച് വാങ്ങിയ ഉപകരണങ്ങൾ കേടുവരാതിരിക്കാനായി ആഴ്ചയിൽ 2 ദിവസമെങ്കിലും സ്റ്റുഡിയോകൾ തുറക്കാൻ അനുവദിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. കോവിഡ് ഭീഷണിയിൽ വിവാഹങ്ങളും പൊതുപരിപാടികളും മാറ്റിവെച്ചതു മുതലാണ് ഫോട്ടോഗ്രഫി, വീഡിയോഗ്രഫി അനുബന്ധ തൊഴിലാളികളുടെ കഷ്ടകാലം തുടങ്ങുന്നത്. കഴിഞ്ഞ 1 മാസമായി പൂർണ്ണമായും വരുമാനം നിലച്ച അവസ്ഥയാണ്. ലക്ഷങ്ങൾ ചെലവിട്ട് വാങ്ങിയ പ്രിന്റർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ കേടുവരുമെന്നിവർ ആശങ്കപ്പെടുന്നു. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും സമയക്രമം പാലിച്ചു സ്റ്റുഡിയോകൾ തുറക്കാൻ അനുവദിക്കണമെന്നാണ് ആവശ്യം. ഫോട്ടോഗ്രാഫി അനുബന്ധ സ്ഥാപനങ്ങൾക്ക് ആഴ്ചയിൽ 1 ദിവസം പോലും തുറക്കാൻ ഇതുവരെ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഉൾപ്പെടെ സംസ്ഥാനത്തെ 140 MLAമാർക്കും അതിന് നിവേദനം നൽകിയെങ്കിൽ പോലും നാളിതുവരെ അതിനനുകൂലമായ ഒരു നടപടി സർക്കാർ സ്വീകരിച്ചിട്ടില്ല. ഫോട്ടോഗ്രാഫി സംബന്ധമായി ഉപകരണങ്ങൾ കേടുപാട് ആകാതിരിക്കാൻ വേണ്ടിയും ഉപജീവനം നടത്താൻ വേണ്ടിയും ആഴ്ചയിൽ 3 ദിവസമെങ്കിലും ഈ സ്ഥാപനങ്ങൾ തുറന്നു നൽകാൻ അനുവദിക്കണമെന്ന് ആൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ പേരിൽ ആവശ്യപ്പെടുകയാണ്. ലോണെടുത്താണ് പലരും ഉപകരണങ്ങൾ വാങ്ങിയിട്ടുള്ളത്. വരുമാനം നിലച്ചതോടെ തിരിച്ചടവും മുടങ്ങി. പല പൊതുപരിപാടികളിലും ഫോട്ടോഗ്രഫി ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തി വാക്സിൻ നൽകണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ന്യൂസ് 18 കരുനാഗപ്പള്ളി. ചെല്ലാനം പഞ്ചായത്തിൽ സ്പെഷ്യൽ വാക്സിനേഷൻ ക്യാമ്പ് തുടങ്ങി. പോസിറ്റിവിറ്റി നിരക്ക് 50% മുകളിലേക്ക് ഉയർന്ന ചെല്ലാനം പഞ്ചായത്തിലാണ് അധികൃതർ സ്പെഷ്യൽ വാക്സിനേഷൻ ക്യാമ്പ് ആരംഭിച്ചത്. 45 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കുമാണ് ഇന്നലെ മുതൽ വാക്സിനേഷൻ ആരംഭിച്ചിരിക്കുന്നത്. കോവിൻ പോർട്ടൽ രജിസ്ട്രേഷൻ ചെയ്യിച്ചാണ് വാക്സിൻ നൽകുന്നത്. ക്യാമ്പിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി ജില്ലാ കളക്ടർ എസ് സുഹാസ് ക്യാമ്പുകൾ സന്ദർശിച്ചു. എറണാകുളം ജില്ലാ വാക്സിനേഷൻ നോഡൽ ഓഫീസർ ഡോക്ടർ ശിവദാസിന്റെ നേതൃത്വത്തിലാണ് വാക്സിനേഷൻ. കോവിഡ് വ്യാപനം രൂക്ഷമായ ആദിവാസി കുടികളിൽ ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചു നൽകുകയാണ് ഇടുക്കി ദേവികുളം ജനമൈത്രി എക്സൈസ്. ഇതിന്റെ ഭാഗമായി മാങ്കുളം കുറത്തിക്കുടിയിൽ എക്സൈസിന്റെ നേതൃത്വത്തിൽ ഭക്ഷ്യക്കിറ്റുകൾ എത്തിച്ചു നൽകി. എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ, ഇടുക്കി ജില്ലാ കമ്മിറ്റിയും തൊടുപുഴ ജിനദേവൻ സ്മാരക ട്രസ്റ്റുമാണ് ഭക്ഷ്യവസ്തുക്കൾക്ക് ആവശ്യമായ ചെലവുകൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഗുരുവായൂരിൽ ജാഗ്രതാ കേന്ദ്രം പ്രവർത്തനം തുടങ്ങി. 11 കൗണ്ടറുകളാണ് കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്നത്. എല്ലാ വിഭാഗങ്ങളും ഒരേ കുടക്കീഴിലാക്കിയാണ് ഗുരുവായൂർ നഗരസഭ ജാഗ്രതാ കേന്ദ്രം തുടങ്ങിയത്. ഹലോ ഡോക്ടർ പദ്ധതി മുഖേന ഏതു സമയവും 30ഓളം ഡോക്ടർമാർ പ്രവർത്തന സജ്ജരാണ്. അവർക്ക് വേണ്ട സഹായങ്ങളാണ് നമ്മൾ ആദ്യം കൊടുത്തിരുന്നത്. പിന്നെ അത് ഗ്രാജുവലി നമുക്ക് കൂടുതൽ സേവനം ജനങ്ങൾക്ക് കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മളിപ്പോൾ ടെലിമെഡിസിൻ വിദഗ്ധരായ ഡോക്ടർമാരുടെ ഒരു ഓൺലൈൻ സർവീസ് നമ്മളിപ്പോൾ ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. ക്വാറന്റൈനിൽ കഴിയുന്നവരുടെ ആരോഗ്യസ്ഥിതി അറിയാനായി മുഴുവൻ സമയം ആരോഗ്യ പ്രവർത്തകരുടെ സേവനവും ഉണ്ടാകും. മാനസികമായി പിന്തുണ ആവശ്യമുള്ളവർക്ക് കൗൺസിലിംഗും നടത്തും. നഗരസഭാ തലത്തിൽ നിയന്ത്രിക്കുന്നത് ബഹുമാനപ്പെട്ട ചെയർമാൻ്റെ നേതൃത്വത്തിലുള്ള കോർ കമ്മിറ്റിയാണ്. ആ കോർ കമ്മിറ്റിയുടെ ഒരു ഭാഗമായിട്ടാണ് ഇവിടെ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുന്നത്. വാർ റൂം, കൺട്രോൾ റൂം, ഹെൽപ്പ് ഡെസ്ക് എന്നിങ്ങനെ വിവിധ കൗണ്ടറുകളിലായി 30 പേരുണ്ടാകും. മരുന്നോ വാഹനമോ വേണ്ടവർ സഹായ കേന്ദ്രത്തിലേക്ക് വിളിച്ചാൽ മതി. നോഡൽ ഓഫീസറായി യു മോനിഷയും പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ നഗരസഭാ ചെയർമാനും ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും സെക്ടറൽ മജിസ്ട്രേറ്റുമാരും ഉൾപ്പെട്ട കോർ കമ്മിറ്റിയുമുണ്ട്. ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഇടപെടലിന്റെ ഭാഗമായി രോഗവ്യാപനം കുറയ്ക്കാൻ നമുക്ക് സാധിക്കുന്നു. രോഗം വന്ന ആളുകളെ ചികിത്സിക്കാൻ സഹായിക്കുന്നു. ന്യൂസ് 18 ഗുരുവായൂർ. സ്കൂൾ സീസൺ ആരംഭിച്ചാൽ തയ്യൽ തൊഴിലാളികൾക്ക് വിശ്രമിക്കാൻ സമയം ലഭിച്ചിരുന്നില്ല. രാത്രിയോ പകലെന്നോ വ്യത്യാസമില്ലാതെ തയ്യൽ മെഷീനുകൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. യൂണിഫോം തുന്നൽ ജോലികൾ ഇല്ലാതായത് നിരവധി തൊഴിലാളികളുടെ പ്രതീക്ഷകളെയാണ് തകർത്തത്. മുൻപ് മെയ് പകുതിയോടെ യൂണിഫോം തുന്നുന്നതിനുള്ള ഓർഡറുകൾ ലഭിച്ചിരുന്നു. ജൂലൈ, ഓഗസ്റ്റ് മാസം വരെ തിരക്ക് തുടരും. തയ്യൽ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ സീസൺ ഏറ്റവും കൂടുതൽ ജോലി ലഭിച്ചിരുന്ന സമയമായിരുന്നു. കുട്ടികളുടെ പഠനച്ചെലവും വീട്ടുകാര്യങ്ങളും അല്പം സമ്പാദ്യവുമൊക്കെ ലഭിച്ചിരുന്നത് സ്കൂൾ സീസണിലെ ജോലികളിൽ നിന്നായിരുന്നു.
എന്നാൽ ഇപ്പോൾ സ്കൂളുകൾ എന്ന് തുറക്കുമെന്ന് നിശ്ചയമില്ലാത്തതിനാൽ ഇത്തവണ യൂണിഫോം തയ്യലില്ല. ഒരു വർക്ക് പോലും 1 കിലോ അരി മേടിക്കാൻ പോലും ഉള്ള ഒരു മാർഗത്തിനുള്ള നമുക്ക് തയ്ക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇനി ഇതിന് എന്നൊരു അറുതി വരുമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. എന്റെ കുട്ടികളുടെ ആണെങ്കിലും പഠന കാര്യങ്ങൾക്കും എന്റെ വീട്ടു ചെലവും മറ്റുള്ളവർക്ക് കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന എല്ലാം ഞാൻ ഈ ഒരു വരുമാനത്തിൽ നിന്നായിരുന്നു. എനിക്ക് ആകെയുള്ള ഈ വരുമാനം എന്ന് പറയുന്നത് ഈ ഒരു യൂണിറ്റും ഈ ഒരു തയ്യലുമാണ്. അപ്പോൾ ഞങ്ങൾക്ക് വളരെയേറെ പ്രതിസന്ധിയിലാണ്. വനിതാ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ നടത്തുന്ന ചെറുകിട തയ്യൽ യൂണിറ്റുകളുടെ പ്രവർത്തനവും അനിശ്ചിതത്വത്തിലാണ്. കഴിഞ്ഞ ലോക്ഡൌൺ കാലം മുതൽ ഇവർ പ്രതിസന്ധി നേരിടുന്നു. തയ്യൽ മെഷീനുകളും മറ്റ് അനുബന്ധ ഉപകരണങ്ങളും വാങ്ങുന്നതിനായി എടുത്ത വായ്പകൾ പോലും തിരിച്ചടയ്ക്കാനാകുന്നില്ല. 10 സ്ത്രീകൾ ചേർന്ന് കുടുംബശ്രീയുടെ യൂണിറ്റ് ആയിട്ട് തുടങ്ങിയതാണ്. ലോൺ എടുത്ത് തന്നെ തുടങ്ങിയതാണ്. അപ്പോൾ ലോണെല്ലാം മുടങ്ങിയിരിക്കുവാണ്. ഇപ്പോൾ ഇവിടെ ശരിക്കും തയ്യൽ നടക്കുന്നില്ല. തയ്യൽ യൂണിറ്റുകൾക്ക് ലോക്ഡൌണിൽ ഇളവുകൾ ലഭിക്കാത്തതും പ്രതിസന്ധി വർദ്ധിപ്പിക്കുന്നുണ്ട്. വിവിധ ഉപകരണങ്ങൾ ഉപയോഗിക്കാതെ കേടുപാടുകൾ സംഭവിക്കുമോ എന്ന ആശങ്കയിലാണ് തൊഴിലാളികൾ. വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും മറ്റും ലഭിക്കുന്ന ഓർഡറുകൾ കൃത്യസമയത്ത് പൂർത്തീകരിച്ച് നൽകാനും കഴിയുന്നില്ല. ജോലികൾ കുറഞ്ഞതോടെ തയ്യലിനെ ഉപജീവനമാർഗമാക്കിയ പല കുടുംബങ്ങളും പട്ടിണിയുടെ വക്കിലാണ്. ലോക്ഡൌണിൽ ഇളവുകൾ ലഭിക്കുമെന്നും തൊഴിലാളികൾക്കായി പ്രത്യേക സർക്കാർ ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇവർ. ന്യൂസ് 18 ഇടുക്കി. കോവിഡ് രോഗികൾ ഉൾപ്പെടെയുള്ളവർക്ക് 2 നേരവും ഭക്ഷണം എത്തിച്ചു നൽകുകയാണ് താമരശ്ശേരിയിലെ നന്മ വെഴുപ്പൂർ കൂട്ടായ്മ. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ കഴിയുന്ന രോഗികൾ ഉൾപ്പെടെയുള്ളവർക്കാണ് ഇവർ ഭക്ഷണം എത്തിച്ചു നൽകുന്നത്. വിവിധ സന്നദ്ധ സംഘടനകളും വ്യക്തികളും ഇവർക്ക് പിന്തുണയുമായി ഒപ്പമുണ്ട്. വെഴുപ്പൂർ കുടുക്കിലുമാരം പ്രദേശത്തെ ലീഗ് പ്രവർത്തകരുടെ കൂട്ടായ്മയാണ് സന്നദ്ധ പ്രവർത്തനം നടത്തുന്നത്. കിടപ്പ് രോഗികൾക്ക് ഭക്ഷ്യധാന്യ കിറ്റും മാസ്കും നൽകി നെടുമങ്ങാട് ജനമൈത്രി പോലീസ്. നെടുമങ്ങാട് നഗരസഭയിലെ കാവുമൂല, ആലപ്പുറം തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ആശ്വാസ കിറ്റുമായി ജനമൈത്രി പോലീസ് എത്തിയത്. പോലീസുകാരുടെ ശമ്പളത്തിന്റെ ഒരു ഭാഗം മാറ്റിവെച്ചാണ് ലോക്ഡൌണിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായം നൽകുന്നത്. കോവിഡ് ആശങ്കയിൽ വിനോദസഞ്ചാരം നിലച്ചതോടെ മൂന്നാറിൽ കുതിരസവാരി നടത്തി ഉപജീവനം കഴിച്ചിരുന്നവർ പ്രതിസന്ധിയിലായി. വരുമാനം നിലച്ചുവെന്നു മാത്രമല്ല, കുതിരയ്ക്ക് ദിവസവും ഭക്ഷണം നൽകുവാൻ പോലും ഇവർ ബുദ്ധിമുട്ടുകയാണ്. നിലവിലെ സ്ഥിതി തുറന്നാൽ കുടുംബം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ആശങ്കയാണ് ഇവർ പങ്കുവയ്ക്കുന്നത്. മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖല നിശ്ചലമാണ്. സഞ്ചാരികൾ എത്താതായതോടെ വലിയ പ്രതിസന്ധിയിലായ ഒരു വിഭാഗമുണ്ട് ഇവിടെ. ടൂറിസം മേഖലയെ ആശ്രയിച്ച് ചെറുകച്ചവടം ചെയ്ത് ജീവിച്ചിരുന്നവർ. മൂന്നാറിന്റെ പരിസര പ്രദേശങ്ങളിൽ കുതിരസവാരി നടത്തി ഉപജീവനം കഴിച്ചിരുന്നവരാണ് മറ്റൊരു കൂട്ടർ. ലോക്ഡൌണിനെ തുടർന്ന് വരുമാനം നിലച്ചുവെന്നും മാത്രമല്ല, കുതിരയ്ക്ക് ഒരു ദിവസം ഭക്ഷണം നൽകുവാൻ പോലും ഇവർ ബുദ്ധിമുട്ടുകയാണ്. ഞങ്ങൾ ഇത് വെച്ച് நாங்கள் குடும்பத்தை ஓட்டிக்கிட்டு இருக்கோம். இது ஒரு 6 பேர் குதிரை சவாரி நடத்திக்கிட்டு இருக்கோம். லாக்டவுன் ஆனாலும் எங்களுக்கு வருமானம் இல்லாமல் இது இல்லாமல் அப்படியே விட்டுட்டோம். குதிரைகளுக்கு கொஞ்சம் இதை ரெடி பண்ணி விடுங்க. മാട്ടുപ്പെട്ടി, കുണ്ടള, ഫോട്ടോ പോയിന്റ്, എക്കോ പോയിന്റ്, കൊരണ്ടിക്കാട് തുടങ്ങിയിടങ്ങളിലൊക്കെ ആയിരുന്നു കുതിരസവാരി നടന്നു വന്നിരുന്നത്. ദിവസവും 10 കിലോയോളം തവിട് കുതിരയ്ക്ക് ഭക്ഷണമായി നൽകേണ്ടതുണ്ട്. 1300 രൂപയാണ് ഒരു ചാക്ക് തവിടിന് വില. മതിയായ രീതിയിൽ ഭക്ഷണം നൽകാൻ കഴിയാതെ വന്നതോടെ പലരുടെയും കുതിരകൾ മെലിഞ്ഞു തുടങ്ങി. കുതിരയ്ക്ക് ഭക്ഷണം നൽകേണ്ടതിനൊപ്പം കുതിരസവാരിക്കാർക്ക് കുടുംബവും നോക്കേണ്ടതുണ്ട്. നിലവിലെ സ്ഥിതി തുടർന്നാൽ കുടുംബം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ആശങ്ക ഇവർ പങ്കുവയ്ക്കുന്നു. ന്യൂസ് 18 മൂന്നാർ. ലോക്ഡൌണിൽ പ്രതിസന്ധിയിലായി നിലമ്പൂരിലെ കോഴി ഫാമുകൾ. വിലത്തകർച്ച കാരണം നിരവധി ഫാമുകൾ അടച്ചുപൂട്ടി. ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായതായാണ് ഉടമകൾ പറയുന്നത്. കോവിഡ് കാലവും ട്രിപ്പിൾ ലോക്ക്ഡൌണും കാരണം കാര്യമായ നഷ്ടം നേരിട്ട വിഭാഗങ്ങളിലൊന്നാണ് കോഴി ഫാമുകൾ. മുൻപ് പ്രതിദിനം പോയിരുന്ന ലോഡുകളുടെ അത്ര ഇപ്പോൾ കോഴി ഫാമുകളിൽ നിന്നും പോകുന്നില്ല. 40 ദിവസം പ്രായമുള്ള കോഴികൾ വിറ്റുപോകാതെ ഫാമിൽ തന്നെ തുടരുന്നു. അധിക തീറ്റ നൽകി ഫാമുകളിൽ നിർത്തേണ്ടി വരുന്നതും ഉടമകൾക്ക് വലിയ സാമ്പത്തിക ബാധ്യതയാണ് വരുത്തുന്നത്. ഇറച്ചിക്കോഴിക്ക് കിലോയ്ക്ക് 125 രൂപ ലഭിച്ചിരുന്നിടത്ത് ഇപ്പോൾ ലഭിക്കുന്നത് 65 രൂപ. കോഴിക്കുഞ്ഞിന് 56 രൂപ നൽകിയാണ് വാങ്ങുന്നതെന്ന് ഫാം ഉടമകൾ പറയുന്നു. കോഴി വിറ്റുപോകുന്നില്ല. തീറ്റയ്ക്കാണെങ്കിൽ 1530 രൂപ നിന്ന് തീറ്റയ്ക്ക് ഇപ്പോൾ 2050 രൂപ അവിടെ ഇറങ്ങുമ്പോൾ 59 രൂപയുടെ കുഞ്ഞാണ് ഇറക്കുന്നത്. അത് വിൽക്കുന്നത് 53 രൂപയ്ക്കാണ്. തമിഴ്നാട്ടിൽ നിങ്ങൾ കോഴി ഇറങ്ങുന്ന കാരണം നമുക്ക് ഇവിടുത്തെ കോഴി വിറ്റ് പോകുന്നില്ല. 40 ദിവസം വളർച്ചയെത്തിയ 5000-ഓളം കോഴികൾ അനീഷിന്റെ ഫാമിലുണ്ട്. വില കുറഞ്ഞിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വിൽപ്പന നടത്തിയാൽ കുറഞ്ഞത് 5 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടാകുമെന്നും ഇദ്ദേഹം പറയുന്നു. കോഴിത്തീറ്റയ്ക്ക് ചാക്കിന് 3 മാസം മുൻപ് 1530 രൂപയായിരുന്നത്
ഇപ്പോൾ 2040 രൂപയാണ്. അറക്കപ്പൊടിയുടെ വില 40 രൂപയിൽ നിന്നും 110 രൂപയിലേക്ക് ഉയർന്നു. 1 കിലോ കോഴിക്ക് 6 രൂപ വീതം നോട്ടക്കൂലി നൽകണം. ഉപജീവനം എന്ന നിലയിൽ തുടങ്ങിയ കോഴി ഫാം നഷ്ടത്തിലായതോടെ വലിയ കടക്കണിയിലേക്കാണ് നീങ്ങുന്നതെന്ന് ഇവർ പറയുന്നു. അറക്കപ്പൊടിയാണ് കിട്ടാനില്ല, അതിനെല്ലാത്തിനും ഭയങ്കരമായിട്ട് പൈസ കൂടിപ്പോയി. നമുക്ക് വരുമാനങ്ങളില്ല, ഇപ്പോൾ ഭയങ്കര നഷ്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. മമ്പാട്, ഊറങ്ങാട്ടിരി, ചാലിയാർ പഞ്ചായത്തുകളിലെ 50-ലേറെ കോഴിഫാമുകൾ ഇതിനോടകം അടച്ചുപൂട്ടി. ലോക്ഡൌൺ നാളുകളിൽ തമിഴ്നാട്ടിൽ നിന്നും കോഴികൾ വൻതോതിൽ ജില്ലയിലേക്ക് എത്തിയതും നിലമ്പൂർ മേഖലയിലെ കോഴിഫാമുകൾക്ക് തിരിച്ചടിയായി. ഉപജീവനത്തിനായി ബാങ്ക് വായ്പയെടുത്ത് ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച ഫാമുകൾ അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലാണ് ഉടമകൾ. ന്യൂസ് 18 മലപ്പുറം. കോവിഡിനെതിരെ സമൂഹ മാധ്യമങ്ങൾ വഴി ബോധവൽക്കരണം നടത്തുന്ന 2ാം ക്ലാസ്സുകാരന് അംഗീകാരം. ബോധവൽക്കരണ വീഡിയോ 91ാം എപ്പിസോഡ് പിന്നിടുമ്പോഴാണ് കാസർഗോഡ് മടിക്കൈ കക്കാട്ടെ മൊട്ടൂസ് എന്ന ദേവദർശന് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ലഭിച്ചത്. ഹായ്, ഞാൻ മൊട്ടൂസ്. SMS മാർക്കല്ലാരും. വള്ളി ട്രൗസറും മൊട്ടത്തലയുമായാണ് കുഞ്ഞു മൊട്ടൂസ് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുന്നത്. അധ്യാപകനായ അച്ഛൻ KV രാജേഷിന്റെ പിന്തുണയിൽ തുടങ്ങിയ ബോധവൽക്കരണ വീഡിയോ 1 വർഷത്തോളമായി പ്രേക്ഷകരിലെത്തിക്കുന്നുണ്ട്. മികച്ച രീതിയിലാണ് അവതരണം. യൂട്യൂബിലൂടെയാണ് കോവിഡ് പ്രതിരോധ ബോധവൽക്കരണ വീഡിയോകൾ പുറത്തിറക്കുന്നത്. കൊറോണ ബോധവൽക്കരണ സന്ദേശമായിട്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. 91 എപ്പിസോഡ് പൂർത്തിയായ ഈ വേളയിൽ എനിക്ക് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയിരിക്കുന്നുണ്ട്. സംസ്ഥാന തലത്തിൽ ദേവദർശന്റെ വീഡിയോകൾ ശ്രദ്ധിക്കപ്പെട്ടു. മൊട്ടൂസായി മാറിയപ്പോൾ കൊറോണ ബോധവൽക്കരണ പ്രവർത്തനം നടത്തുക എന്നതിൻ്റെ ഉദ്ദേശത്തിൽ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പിംഗ്സ് ചെയ്തു. ആ വീഡിയോ ക്ലിപ്പ് ചെയ്യുമ്പോൾ മൊട്ടൂസ് വളരെ നല്ല രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യുന്നതായി ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. 3 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോകളിലൂടെയാണ് ദേവദർശൻ ജനങ്ങൾക്ക് മുന്നിലെത്തുന്നത്. മടിക്കൈ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. അമ്മ റീജയാണ് എപ്പിസോഡുകൾക്ക് സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. പാലക്കാട് നഗരസഭയിലെ ഹരിതകർമ്മ സേന പ്രവർത്തകർക്ക് ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്തു. പുതിയ കൽപ്പാത്തി ഗ്രാമജന സമൂഹവും കൽപ്പാത്തി യങ്സ്റ്റേഴ്സ് അസോസിയേഷന്റെയും സഹകരണത്തോടെയാണ് കിറ്റുകൾ വിതരണം ചെയ്തത്. ലോക്ഡൌൺ കാരണം ഹരിതകർമ്മസേനയിൽ പ്രവർത്തിക്കുന്നവരുടെ വരുമാനം കുറഞ്ഞതോടെ ഇവർ ഏറെ പ്രതിസന്ധി നേരിട്ടിരുന്നു. ഇത് കണക്കിലെടുത്താണ് നഗരസഭയുടെ നടപടി. നഗരസഭാ ചെയർപേഴ്സൺ പ്രിയ അച്ഛൻ കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ കൃഷ്ണദാസ്, ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി സ്മിതേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. നാട്ടുവർത്തമാനം തുടരുന്നു. തിരുവനന്തപുരം നഗരത്തിലെ മഴക്കാലപൂർവ്വ ശുചീകരണം ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കുമെന്ന് ജില്ലാ കളക്ടർ നവ്ജോത് ഖോസ. തോടുകളും ഓടകളും യുദ്ധകാലാടിസ്ഥാനത്തിൽ വൃത്തിയാക്കാൻ പൊതുമരാമത്ത്, ഇറിഗേഷൻ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വേനൽ മഴ പ്രതീക്ഷിച്ചതിലധികം ലഭിച്ചതോടെ ജില്ലയിലെ 2 ഡാമുകൾ പരമാവധി സംഭരണശേഷിയിലെത്തി. ഈ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിലെ മഴ നഗരത്തിൽ വീണ്ടും വെള്ളക്കെട്ടുണ്ടാക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇത് പരമാവധി ഒഴിവാക്കാനാണ് ശ്രമമെന്നും കലക്ടർ അറിയിച്ചു. നഗരത്തിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ കലക്ടറും മേയർ ആര്യ രാജേന്ദ്രനും നേരിട്ടെത്തി വിലയിരുത്തി. നമ്മൾ ഏപ്രിൽ ആദ്യ ആഴ്ച മുതൽ പ്രീ മോൺസൂൺ ക്ലീനിങ്ങിൻ്റെ എല്ലാ ആക്ടിവിറ്റീസ് തുടങ്ങി. ഇതിന് പ്രധാനപ്പെട്ട 5 ഡിപ്പാർട്ട്മെൻറ്റുകളാണ് നമ്മുടെ സിറ്റിയെ സംബന്ധിച്ച് ക്ലീനിങ് ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടി. ഏറ്റവും ആദ്യം മേജർ ഇറിഗേഷൻ ഉണ്ട്, മൈനർ ഇറിഗേഷൻ ഉണ്ട്, കോർപ്പറേഷൻ ഉണ്ട്, പിന്നെ നമ്മുടെ PWD റോഡ്സ് ഉണ്ട്, NHന്റെ കുറച്ച് വിഭാഗമുണ്ട്. ഈ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സിൽ നമ്മൾ ഏപ്രിൽ മാസം തന്നെ നിർദ്ദേശം കൊടുത്ത് അവരുടെ കസ്റ്റഡിയിലെ കീഴിൽ വരാനുള്ള എല്ലാ തോട്, ഡ്രെയിൻ എല്ലാം ക്ലീനിങ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു വാല്യുവേഷൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഇവിടെ എടുത്തി. ആലപ്പുഴ ജില്ലയിലെ കരിമണൽ ഖനനത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് കലക്ടർ A. അലക്സാണ്ടർ. കായൽ തീരത്തെയും നദീതീരത്തെയും കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കും. കാർഷിക കലണ്ടർ അനുസരിച്ച് കൃഷി ആരംഭിക്കണമെന്ന് കർഷകർക്ക് നിർദ്ദേശം നൽകുമെന്നും കലക്ടർ അറിയിച്ചു. ന്യൂസ് 18ന്റെ മഴയൊരുക്കം കലക്ടർ പറയുന്നു പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു A. അലക്സാണ്ടർ. ആറാട്ടുപുഴ ഭാഗത്ത് കരിമണൽ കടത്തിക്കൊണ്ട് അനധികൃതമായിട്ട് കടത്തുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ നമ്മൾ അനുവദിക്കുന്നില്ല. അത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്ന പക്ഷം നമ്മളതിന് നടപടി സ്വീകരിക്കാം. അത് ഒഴിവാക്കാൻ, അത് തടസ്സപ്പെടുത്താൻ നടപടി സ്വീകരിക്കും. കൃഷി ചെയ്യാനായിട്ട് നമുക്കൊരു കലണ്ടറുണ്ട്, കാർഷിക കലണ്ടർ.
അത് പ്രകാരം ഈ പാടശേഖരങ്ങൾ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ഈ വർഷം നമ്മൾ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ കൃഷി കലണ്ടർ അനുസരിച്ച് കൃഷി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ വെള്ളപ്പൊക്ക സമയത്തോ അല്ലാതെ വരുന്ന സമയത്ത് ഇത് കഴിഞ്ഞാലും നമുക്ക് ഈ നെല്ല് നീക്കം ചെയ്യാനും മറ്റ് നടപടികളും സുഗമമാക്കാൻ കഴിയും. പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി കുട്ടികൾക്ക് സമ്മാനപ്പെട്ടി എത്തിച്ചു നൽകിയിരിക്കുകയാണ് കാസർഗോഡ് ചന്തേര ഇസ്ലത്തുൽ ഇസ്ലാം ALP സ്കൂൾ അധ്യാപകർ. വീട് അലങ്കരിക്കാനുള്ള ബലൂണുകൾ മുതൽ പ്രവേശനോത്സവ ദിനം മധുരതരമാക്കാനുള്ള പായസ കിറ്റ് വരെ നിറച്ചതാണ് സമ്മാനപ്പെട്ടി. കൂടെ പഠിക്കുന്ന കൂട്ടുകാർ ആരൊക്കെയെന്ന് ചോദിച്ചാൽ കാസർഗോഡ് ചന്തേരയിലെ കുട്ടികൾ വീട്ടിലെ ചുമരിലെ കലണ്ടർ തൊട്ട് കാട്ടിത്തരും. സ്കൂൾ തുറക്കാത്ത സാഹചര്യത്തിൽ ക്ലാസ്സിലെ കുട്ടികളുടെ ഫോട്ടോകൾ ഉൾപ്പെടുത്തി പ്രത്യേകം കലണ്ടർ തയ്യാറാക്കി വീടുകളിൽ എത്തിച്ചിരിക്കുകയാണ് ചന്തേര ഇസ്ലത്തുൽ ഇസ്ലാം ALP സ്കൂൾ. ഒപ്പം മറ്റു കുറേയേറെ സമ്മാനങ്ങളും. ബലൂൺ കിട്ടീനി, ക്രയോൺസും കളർ കൊടുക്കുന്ന ബുക്കും കിട്ടീനി, പിന്നെ പായസം കിട്ടീനി, പൂമ്പാറ്റ കിട്ടീനി. ക്ലാസ് മുറിയിലല്ലെങ്കിലും കുട്ടികൾക്ക് കൂട്ടുകാരെ വീട്ടുചുമരിൽ കാണാവുന്ന തരത്തിൽ തയ്യാറാക്കിയ കലണ്ടറാണ് പ്രധാന ആകർഷണം. ക്ലാസ്സിലെ കൂട്ടുകാർ ഒപ്പമുണ്ടെന്ന ചിന്ത കുട്ടികളുണ്ടാക്കുക എന്നതാണ് ലക്ഷ്യം. പ്രവേശനോത്സവം സ്കൂൾ മുറ്റത്ത് നടക്കുമ്പോൾ നവാഗതർക്ക് കൈനിറയെ സമ്മാനങ്ങൾ നൽകാറുണ്ട്. സ്കൂൾ തുറക്കാത്ത കാലത്ത് സമ്മാനങ്ങൾ കുട്ടികൾക്ക് എങ്ങനെ എത്തിച്ചു നൽകുമെന്ന ചിന്തയിൽ നിന്നാണ് സമ്മാനപ്പെട്ടി എന്ന ആശയത്തിലെത്തിയത്. കുട്ടികൾ ഈ പ്രവേശനോത്സവത്തിൽ വീടുകളിൽ വെച്ച് പങ്കെടുക്കുന്നതിൻ്റെ ഭാഗമായി തന്നെ ഞങ്ങൾ 1ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ എല്ലാ കുട്ടികൾക്കും അത്തരത്തിലുള്ള ഒരു സംവിധാനം ഒരുക്കുകയാണ്. പ്രവേശനോത്സവത്തിന് വീടുകൾ അലങ്കരിച്ച് സമ്മാനപ്പെട്ടിയിലെ പായസ കിറ്റ് ഉപയോഗിച്ച് പായസം തയ്യാറാക്കി വീട്ടിലെ ആഘോഷങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ പങ്കുവയ്ക്കും. ഉദ്ഘാടന സമ്മേളനം, കുട്ടികളെ വരവേൽക്കൽ, അധ്യാപകരുടെ സന്ദേശം, കുട്ടികളുടെ കലാപരിപാടികൾ എന്നിവയും ഓൺലൈനായി ഒരുക്കിയിരുന്നു. ന്യൂസ് 18 പിലിക്കോട്. മലമ്പുഴ മേട്ടുപതി ആദിവാസി ഊരിലെ സാന്തിരിക്കും സമൃദ്ധിക്കും ഇനി ഓൺലൈൻ പഠനം മുടങ്ങില്ല. സ്മാർട്ട് ഫോൺ ഇല്ലാത്തതിനാൽ ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന ആശങ്കയിലായിരുന്നു ഇവർ. ഇത് സംബന്ധിച്ച് ന്യൂസ് 18 വാർത്ത തുറന്ന് കേരള മൊബൈൽ റീറ്റെയിലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ സദ്ദാം കുട്ടികൾക്ക് സ്മാർട്ട് ഫോൺ എത്തിച്ചു നൽകുകയായിരുന്നു. ന്യൂസ് 18 ഇംപാക്ട്. ഇന്ന് രാവിലെ പുതിയ ക്ലാസുകൾ ആരംഭിച്ചപ്പോൾ അധ്യാപകർ നടത്തുന്ന ഓൺലൈൻ ക്ലാസുകളിൽ എങ്ങനെ പങ്കെടുക്കും എന്നായിരുന്നു മേട്ടുപതി ഊരിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി സമൃദ്ധയുടെയും 7ാം ക്ലാസ് വിദ്യാർത്ഥിനി സാന്തിരയുടെയും ചിന്ത. അമ്മ സരിതയുടെയും അച്ഛൻ സുനിലിന്റെയും കയ്യിൽ സാധാരണ ഫോൺ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇവരുടെ പ്രതിസന്ധി ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തിരുന്നു. വാർത്ത കണ്ട കേരള മൊബൈൽ റീറ്റെയിലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ സദ്ദാം ഈ കുട്ടികൾക്ക് സ്മാർട്ട് ഫോൺ നൽകാൻ തയ്യാറായി. ഊരിലെത്തി സദ്ദാം നേരിട്ട് തന്നെ ഫോൺ കൈമാറി. ഓൺലൈൻ പഠനത്തിന് സൗകര്യമായതോടെ കുട്ടികൾക്കും അമ്മയ്ക്കും നിറഞ്ഞ സന്തോഷം. ഫോൺ തന്നെ എല്ലാവർക്കും നന്ദി. നന്നായി പഠിക്കാം അല്ലേ? കിട്ടിയതിൽ സന്തോഷം, തന്നതിന് ഒരുപാട് നന്ദി. ഇനി മക്കൾ നന്നായി പഠിക്കുന്നു. ഊരിൽ സ്മാർട്ട് ഫോൺ ഇല്ലാത്ത 7 കുടുംബങ്ങൾ കൂടിയുണ്ട്. സംഘടനയുമായി ആലോചിച്ച് ഇവർക്കും ഫോൺ ലഭ്യമാക്കാൻ ശ്രമിക്കുമെന്ന് സദ്ദാം പറഞ്ഞു. ഞങ്ങളെന്നും ഇതേപോലെയുള്ള കാര്യങ്ങൾ എന്നും ചെയ്യുന്ന കൂട്ടത്തിലുള്ള ആളുകളാണ്. ഇപ്പോഴത്തെ ഈ പ്രയാസമായതുകൊണ്ടാണ് നമ്മളിപ്പോൾ എമർജൻസി ആയിട്ട് അടിയന്തരമായിട്ട് ഇവരെ സഹായിക്കുക എന്നുള്ളൊരു നിലപാടെടുത്ത് ഇനി വരും ദിവസങ്ങളിലും ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും. ഓൺലൈൻ സൗകര്യമില്ലാത്തതിനാൽ പഠന വിവരങ്ങൾ പലതും വിദ്യാർത്ഥികൾ അറിഞ്ഞിരുന്നില്ല. അതിനും കൂടിയാണ് പരിഹാരമായത്. ഓൺലൈൻ പഠന സൗകര്യമില്ലാത്ത വിദ്യാർത്ഥികളെ സഹായിക്കാൻ സർക്കാരിനൊപ്പം സദ്ദാമിനെ പോലെ സന്മനസ്സുള്ള ആളുകൾ മുന്നോട്ട് വരുമ്പോൾ തന്നെയാണ് ഇതിനെല്ലാം പരിഹാരമാകുക. ക്യാമറമാൻ പ്രജിത് കൊങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18. നെടുമങ്ങാട് ചെല്ലാംകോട് UP സ്കൂളിലെ പ്രവേശനോത്സവം നഗരസഭാ ചെയർപേഴ്സൺ CS ശ്രീജ ഉദ്ഘാടനം ചെയ്തു. ഗൂഗിൾ മീറ്റ് വഴി അധ്യാപകർ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയും ക്ലാസുകൾ ആരംഭിക്കുകയും ചെയ്തു. വൈസ് ചെയർമാൻ S രവീന്ദ്രൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അജിത തുടങ്ങിയവർ പങ്കെടുത്തു. കരിപ്പൂർ വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണ്ണവേട്ട. 1,65 ലക്ഷം രൂപയുടെ 1681 ഗ്രാം സ്വർണ്ണ മിശ്രിതമാണ് എയർ കസ്റ്റംസ് ഇന്റലിജൻസ് പിടികൂടിയത്. സ്പൈസ് ജെറ്റ് വിമാനത്തിൽ കരിപ്പൂരിലെത്തിയ യാത്രക്കാരിൽ നിന്നാണ് സ്വർണം കസ്റ്റംസ് കണ്ടെടുത്തത്. പാലക്കാട് നഗരത്തിൽ മതിലിടിഞ്ഞു വീണ് വയോധിക മരിച്ചു. പാലക്കാട് പട്ടാണിത്തെരുവ് സ്വദേശിനി
ആറായിയാണ് മരിച്ചത്. ഒരു കാലിന് സ്വാധീനക്കുറവുള്ള ആറായി നടന്നു പോകുന്നതിനിടെയാണ് സമീപത്തെ മതിലിടിഞ്ഞു വീണ് അപകടമുണ്ടായത്. കുമ്പിടി സ്വദേശി മൂസിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തിന് അതിര് തിരിച്ച മതിലാണ് മറിഞ്ഞു വീണത്. പരിസരവാസികൾ രക്ഷാപ്രവർത്തനം നടത്തി ആറായിയെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മതിൽ കാലപ്പഴക്കം മൂലം ജീർണാവസ്ഥയിലായിരുന്നു. മലപ്പുറം പൊന്നാനിയിൽ യുവാവിനെ പോലീസ് മർദ്ദിച്ചതായി പരാതി. പൊന്നാനി സിവിൽ സ്റ്റേഷന് സമീപം താമസിക്കുന്ന മുഹമ്മദ് അസ്ലമിനെയാണ് പരിക്കേറ്റത്. വ്യായാമത്തിനായി വീടിനു മുന്നിൽ നടക്കുന്നതിനിടെ ബൈക്കിലെത്തിയ പോലീസ് മർദ്ദിച്ചെന്നാണ് പരാതി. അജ്മാനി ജോലി ചെയ്യുന്ന അസ്ലം കാലിന്റെ ശസ്ത്രക്രിയയ്ക്കായാണ് നാട്ടിലെത്തിയത്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വ്യായാമത്തിനായി വീടിനു മുന്നിൽ നിൽക്കുന്നതിനിടെ ബൈക്കിലെത്തിയ പോലീസ് ലാത്തി കൊണ്ട് മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് പരാതി. കൈയിലും കാലിലും മുറിവ് പറ്റിയ അസ്ലമിനെ പൊന്നാനി താലൂക്ക് ആശുപത്രിയിലും വിദഗ്ധ ചികിത്സയ്ക്കായി എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. മർദ്ദനമേറ്റുന്ന പരാതി അന്വേഷിക്കുമെന്ന് പൊന്നാനി സിഐ വ്യക്തമാക്കി. വിഴിഞ്ഞം കോസ്റ്റൽ പോലീസിന്റെ ഏറ്റവും വലിയ ബോട്ടിന്റെ 2 എഞ്ചിനുകൾ അഴിച്ചുപണിക്കായി പുറത്തെടുത്തു. അറ്റകുറ്റപ്പണി കരാർ കമ്പനിയുടെ അധികൃതരുടെ നേതൃത്വത്തിൽ ബേപ്പൂരിലേക്ക് കൊണ്ടുപോയി. 1 മാസത്തിനുള്ളിൽ തിരികെ എത്തുമെന്നാണ് കരുതുന്നത്. നീണ്ടകര സ്റ്റേഷനിലെ ബോട്ട് എഞ്ചിനുകളും ഒപ്പം അഴിച്ചുപണിക്കായി കൊണ്ടുപോയിട്ടുണ്ട്. 10 വർഷങ്ങൾക്ക് മുൻപ് വിഴിഞ്ഞത്ത് കോസ്റ്റൽ സ്റ്റേഷൻ സജ്ജമാക്കുന്നതിനോട് അനുബന്ധിച്ചാണ് 3 ബോട്ടുകൾ എത്തിച്ചത്. നെടുമ്പങ്ങാട് വലിയ മലയിൽ 100 ലിറ്റർ ചാരായവും 500 ലിറ്റർ വാഷും പിടിച്ചെടുത്തു. നെടുമ്പങ്ങാട് പുത്തംപാലം സ്വദേശി മണികണ്ഠനെ എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ മാസവും ഇയാളെ ചാരായം വാറ്റിയതിന് അറസ്റ്റ് ചെയ്തിരുന്നു. നാട്ടുകാർ നൽകിയ വിവരത്തെ തുടർന്ന് എക്സൈസ് ചാരായവും വാഷും വാറ്റുപകരണങ്ങളും പിടികൂടി. നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ്. നമസ്കാരം.